SSLC +2 പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും കലാകായിക രംഗത്തുള്ളവരെയും മാധ്യമപ്രവർത്തകരെയും വർഷം തോറും നടത്തിവരാറുള്ള മികവ് 2024 എന്ന പരിപാടിയിൽ വെച്ച് ആദരിച്ചു. CPI AIYF വാണിയമ്പാറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വാണിയമ്പാറ 108 ആംബുലൻസ് ജീവനക്കാരെയും വേദിയിൽ അനുമോദിച്ചു. വിദ്യാസമ്പന്നമായി നേടിയെടുക്കുമ്പോഴും ലോകവും ചരിത്രവും നമ്മൾ പഠിച്ചിരിക്കണമെന്നും പച്ചയായ മനുഷ്യസ്നേഹം കൈവിടാതെ കൊണ്ടു നടക്കാൻ സാധിക്കുന്നവരായി മാറണമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. പ്രാദേശിക വാർത്തകളെ അതിന്റെ ഭംഗി ചോരാതെ തന്നെ നിർഭയം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരെ മികവെന്ന ക്യാമ്പയിനിൽ ആദരിക്കപ്പെടുന്നത് ഒരു മാതൃകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സനിൽ വാണിയമ്പാറ അധ്യക്ഷനായ പരിപാടിയിൽ KA അബൂബക്കർ, ജിനേഷ് PG, ജോയ് പൂവത്തിങ്കൽ, സുബൈദ, രമ്യ രാജേഷ്, നിജു, വിഷ്ണു C തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. മഹാത്മാഗാന്ധി രക്ഷകർത്താക്കളെ, സുഹൃത്തുക്കളെ, ദീർഘമായിട്ടുള്ളൊരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. 10 മണിക്ക് ആരംഭിക്കണമെന്ന് പറഞ്ഞപ്പോൾ കൃത്യം 10 മണിക്ക് തന്നെ എത്തിച്ചേരണമെന്ന് വിചാരിച്ചതാണ്. എന്നാൽ ചെറിയ ചില തടസ്സങ്ങൾ വന്നപ്പോൾ നല്ലതുപോലെ നിങ്ങൾക്ക് സ്വാഗതം പറഞ്ഞ ജോയി കേവല സ്വാഗതം മാത്രമല്ല, ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും AIYFന്റെയും പ്രവർത്തകർ ഉദ്ദേശിക്കുന്നത് എന്നും എങ്ങനെ നല്ല മക്കളായി നമ്മുടെ കുട്ടികൾ മാറേണ്ടതുണ്ട് എന്നും ഉള്ളതിനെ സംബന്ധിച്ച ചില സൂചനകൾ ഉൾപ്പെടെ നൽകിക്കൊണ്ട് നമ്മുടെ പരിപാടി ആരംഭിച്ചു. ഞായറാഴ്ച ദിവസമായതുകൊണ്ട് ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കണം. നിങ്ങളാണെങ്കിൽ ഏതാണ്ടൊരു ദിനചര്യ പോലെ 24-ാം തീയതി അടുത്ത അധ്യയനം ആരംഭിക്കുന്നത് മുമ്പ് എല്ലാ ദിവസവും ഏതാണ്ട് പല വിധത്തിലുള്ള സംഘടനകളും വ്യക്തികളും ഒക്കെ തരുന്ന ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന അനുഭവവും നിങ്ങൾക്കുണ്ടാകാം. ഈ വരുന്ന മെയ് 22-ാം തീയതി, ജൂൺ 22-ാം തീയതി രാവിലെ 9:30 മണിക്ക് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് MLA എന്ന നിലയിൽ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പുരസ്കാരമായിട്ടുള്ള MLA അവാർഡ് SSLC +2 വിഷയങ്ങളിൽ പൂർണ്ണമായും A+ കിട്ടിയ എല്ലാ കുട്ടികൾക്കും നൽകുകയാണ്. അതിനകത്ത് പേര് രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒരു അപേക്ഷ തയ്യാറാക്കി, ഒരു വെള്ളക്കടലാസിൽ അപേക്ഷ തയ്യാറാക്കി, ഇനി മറ്റെവിടെയും പോകേണ്ട, സുബൈദയുടെ കയ്യിൽ കൊടുത്താലും നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയുന്നതേ ഉള്ളൂ. 22-ാം തീയതി ആ പരിപാടിക്ക് വരുമ്പോൾ വന്ന ഉടനെ പോകാം എന്ന് കരുതരുത്. കാരണം അവിടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ക്ലാസ് ഉണ്ടാകും. കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രി മുതൽ ഇങ്ങോട്ട് പ്രഗത്ഭരായ നിരവധി പേരുടെ സാന്നിധ്യം ഉണ്ടാകും. നിങ്ങൾ സമ്മാനം മേടിക്കുമ്പോൾ സമ്മാനം മേടിച്ചതിൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് ചില്ലിട്ട് നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. അതിനോടൊപ്പമുള്ള ഉപഹാരങ്ങളും ഉണ്ടാകും. അങ്ങനെ വിപുലമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഉച്ചവരെ നീണ്ടു നിൽക്കുന്ന വിധത്തിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് നമുക്ക് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഇത്തവണ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ അലകും പിടിയും മാറ്റാൻ കഴിയുന്ന വിധത്തിൽ 1-ാം ക്ലാസ്സിലെയും 3-ാം ക്ലാസ്സിലെയും 5-ാം ക്ലാസ്സിലെയും 7-ാം ക്ലാസ്സിലെയും 9-ാം ക്ലാസ്സിലെയും കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ കരിക്കുലത്തിൽ മാറ്റം വരുത്തി പ്രസിദ്ധീകരിച്ചത് നമ്മുടെ കുട്ടികളുടെ കയ്യിലെത്തിക്കഴിഞ്ഞു. 1-ാം ക്ലാസ്സിലെയും 3-ാം ക്ലാസ്സിലെയും 5-ാം ക്ലാസ്സിലെയും 7-ാം ക്ലാസ്സിലെയും 9-ാം ക്ലാസ്സിലെയും എന്ന് പറഞ്ഞാൽ ഇരട്ടയക്കമായി വരുന്ന 2, 4, 6, 8, 10 ഇനി ഉണ്ടാകില്ല എന്നല്ല. ആദ്യഘട്ട കരിക്കുലം പരിഷ്കരണത്തിൻ്റെ ഭാഗമായി പുതിയ പുസ്തകങ്ങൾ നമ്മുടെ വീട്ടിലെത്തിക്കഴിഞ്ഞു. 3-ാം ക്ലാസ്സിലെ കുട്ടിയോട് ഒരു പാഠഭാഗത്തിൽ കരിക്കുലം കമ്മിറ്റി പറയുന്നത് എന്താണ്, അടുക്കളയിൽ ജോലി ചെയ്യേണ്ടത് ആരൊക്കെയാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ നിങ്ങളോട് പറയുന്നില്ല. കേവലമായ അടുക്കളയ്ക്കകത്ത് കരിയും പുകയും ശ്വസിച്ചൊതുങ്ങിക്കഴിയേണ്ട സ്ത്രീയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവർ തയ്യാറാക്കിയ നല്ല നിറമുള്ള ഉടുപ്പിട്ട് തയ്യാറാക്കി വെച്ച ഇഡ്ഡലിയെക്കുറിച്ചോ ചട്നിയെക്കുറിച്ചോ പുട്ടിനെക്കുറിച്ചോ കടലയെക്കുറിച്ചോ 2 ചീത്തയും പറഞ്ഞ് അതിവേഗത്തിൽ ഇറങ്ങി വരുന്ന പുരുഷനുമല്ല യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാന സങ്കല്പം എന്ന് 3-ാം ക്ലാസ്സിലെ കുട്ടിയെ പഠിപ്പിക്കാൻ എന്ത് കൊണ്ട് സർക്കാർ തീരുമാനിക്കുന്നു? കേരളത്തിൻ്റെ കേവലം പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ളൊരു വ്യവസ്ഥയിലേക്ക് വളർന്നു വരുന്ന നമ്മുടെ തലമുറ മാറരുത് എന്നുള്ളത് കൊണ്ടാണ്. സ്ത്രീക്കും പുരുഷനും ഒരുപോലെ സ്വാധീനമുള്ള, സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ഉത്തരവാദിത്വമുള്ള ഒന്നാണ് നമ്മുടെ തലമുറയുടെ
വിദ്യാഭ്യാസത്തിലൂടെ കടന്നു വരുന്ന തലമുറയുടെ പൊതുചിന്ത എന്ന് വരുത്താൻ കഴിയും വിധം, ഞാനൊറ്റ ഉദാഹരണം സൂചിപ്പിച്ചതാണ്, പാഠപുസ്തകങ്ങളെക്കുറിച്ച് വിശദമായി പറഞ്ഞതല്ല. എന്തേ ഞാനിങ്ങനെ സൂചിപ്പിക്കാൻ കാരണം, ഞാൻ ഒറ്റ ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ, ഒറ്റ സംശയം. രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവ് ആര് എന്ന് നിങ്ങൾക്കറിയാം? ആരാണത്? ഞാൻ പറയണോ? A+ മാത്രമേ ഉള്ളൂ? നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ചോദ്യം നിർത്തൂ. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണ്? സംശയമായല്ലോ കണ്ണട വെച്ച് കുട്ടിക്ക്. ധൈര്യമായിട്ട് പറഞ്ഞു, മോള് പറഞ്ഞു ആരാണ്? പറഞ്ഞു, അത് തന്നെ.